ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം പാരീസിലെ എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പം ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മള് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ ടാക്സി നമ്മൾ ബോൾട്ട് എന്ന ഒരു ആപ്പിലാണ് ബുക്ക് ചെയ്തത്. അത് നമ്മൾ ഓൾറെഡി ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഉറങ്ങിപ്പോയി. രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയാലും ടയേർഡായി ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, BNB ഹോട്ടൽ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇതൊരു ബേസിക് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് റൂമാണ്. യൂറോപ്പിൽ പൊതുവെ അക്കോമഡേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ സാന്റോറിനിയിലും സ്വിറ്റ്സർലാൻഡിലും മാത്രമേ ഉള്ളൂ കുറച്ച് എക്സ്പെൻസീവായ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ അക്കോമഡേഷൻസ് ആണ് ബുക്ക് ചെയ്തത്. റൂമിൽ നിന്ന് ഫ്രഷായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഈഫൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. മെട്രോയിലാണ് ഞങ്ങൾ പോകുന്നത്. മെട്രോ ഇറങ്ങിയ 2 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഈഫൽ ടവർ കാണാം. പാരീസിലെ ഒരുവിധം ടൂറിസ്റ്റ് സ്പോട്ട്സ് എല്ലാം മെട്രോ ത്രൂ വെൽ കണക്റ്റഡ് ആണ്. അപ്പം പാരീസിലുള്ള ഈ 2 ദിവസം ഞങ്ങൾ മെട്രോ ത്രൂ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ വിചാരിക്കുന്നത്. ഈഫൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഡേ ടൈമിലുള്ള വ്യൂവിനെക്കാട്ടും കൂടുതൽ ഭംഗി. നമ്മൾ പാരീസിൽ 2 days മാത്രമേ താമസിക്കുന്നുള്ളൂ. നാളെ നമ്മൾ ഡിസ്നിലാൻഡിൽ പോകണം. അപ്പോൾ നാളെ നമുക്ക് നൈറ്റ് വ്യൂ കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ ഇന്ന് തന്നെ ടയർഡാണെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമുക്ക് ടവറിൻ്റെ ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഫുൾ വ്യൂ കിട്ടാനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫോട്ടോസ് എടുക്കുകയും ചെയ്യാം, നമുക്ക് വ്യൂ കറക്റ്റായിട്ട് ആസ്വദിക്കുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിപ്പോൾ റൂമിലേക്ക് പോകും. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ പാരീസിലെ 2nd day ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഡിസ്നിലാൻഡിലേക്കാണ്. Nothing bad. Okay. Keep milk here. You want milk or what? I want milk. Now we are going at Disneyland. Navi, where are we going? Disneyland. Are you excited? Yes. ഞങ്ങൾ ഡിസ്നിലാൻഡിൽ പോകുന്നത് മെട്രോനാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. നിങ്ങൾ കാണുന്നില്ലേ M എഴുതിയത്? ആ M എഴുതിയത് മെട്രോ സ്റ്റേഷനാണ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മെട്രോൻ്റെ അടുത്തുള്ള ഹോട്ടൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്തതാണ്. ടിക്കറ്റ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ടിക്കറ്റാണ് എടുക്കുന്നത്, പാസ് എടുക്കില്ല. കാരണം നമ്മൾ 2 days അല്ലേ നിൽക്കുന്നുള്ളൂ. ഡിസ്നിലാൻഡിൽ പോകാൻ വേണ്ടി നമ്മൾ 3 ട്രെയിൻ മാറി കയറണം. ഫസ്റ്റ് നമ്മൾ സെയിൻറ്റ് ലാസ്ട്രി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് വേറെ
ട്രെയിനിന് മാറി കയറണം. ഇവിടുത്തെ മെട്രോസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പിന്നെ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ തന്നെ നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് റൂട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് തരും. ഞങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. Trickbetrüger in den Stationen könnten versuchen, Ihnen ungültige Fahrscheine zu verkaufen. ഇവിടെ കറക്കൂടെ മേലെ പോവാ, താഴെയുള്ളൊരു വ്യൂ കാണും. ഇത് ഡബിൾ ഡെക്കർ മെട്രോ ആണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡബിൾ ഡെക്കർ മെട്രോയിൽ കയറുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഡിസ്നിലാൻഡിലെ മെട്രോ സ്റ്റേഷനിലെത്തി. എനിക്ക് ഓൾമോസ്റ്റ് 1.5 hours എടുത്തു. പക്ഷെ നല്ല ഭംഗിയുള്ള വ്യൂസൊക്കെ കണ്ട് നല്ലൊരു ജേർണി ആയിരുന്നു. നോറി വൺ എക്സൈറ്റഡ് ആണ്. കയറുമ്പോഴത്തേനും ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ്സ് ഞങ്ങൾ ഡിസ്നിലാൻഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ്സ് സ്കാൻ ചെയ്ത് ഞങ്ങൾ അകത്ത് കയറി. ഇത് ആക്ച്വലി വലിയൊരു ലോഗാണ്. ഇത് നമുക്ക് വണ്ടി കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്നല്ല. മാക്സിമം നമ്മൾ ഇന്ന് തന്നെ കവർ ചെയ്യാൻ നോക്കും. പൈററ്റ്സ് ഓഫ് കരീബിയൻ റൈഡിലാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇത് വീഡിയോ കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ മിക്കവാറും റൈഡ്സ് കയറുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം റൈഡ് കുറച്ച് സ്പീഡിലൊക്കെ പോകുന്ന റൈഡ്സ് ആവുന്ന സമയത്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഓരോ റൈഡ്സിനും ഇവർ ഓരോ തീം കൊടുത്തിട്ടുണ്ട്. ഒന്നിപ്പം പൈററ്റ്സ് ഓഫ് കരീബിയൻ ആണെങ്കിൽ അടുത്തത് ഫെയറി ടെയിലായിരിക്കും. അങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മിക്കി മൗസിനും മിനി മൗസിനെയും ഒക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് ഇവിടുത്തെ ഒരു ട്രെയിനാണ്. ഫുൾ ഡിസ്നിലാൻഡ് കവർ ചെയ്യുന്നൊരു ട്രെയിനാണ്. പക്ഷെ നമുക്ക് പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഈ റൈഡ് കുട്ടികളെ തീമിലുള്ള ഒരു റൈഡാണ്. അപ്പോൾ ഇത് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബിഗ് തണ്ടർ മൗണ്ടെയിൻ റൈഡിൽ കയറാനാണ്. ഇതൊരു റോളർ കോസ്റ്റർ റൈഡാണ്. കുറച്ച് സ്കെയറിയാണ്, ബട്ട് എന്നാലും നല്ല രസമായിരുന്നു. ഇത് ലയൺ കിങ് എന്ന് പറഞ്ഞൊരു ഷോ ആണ്. ഇത് റിയൽ ആർട്ടിസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നത്. ടൈം ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഷോ ആണിത്. ആക്ച്വലി ബാക്കിയുള്ള റൈഡുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്ര ഇംപ്രസീവ് അല്ല. നെക്സ്റ്റ് നമ്മൾ കയറുന്നത് ഫാൻറ്റൺ മാനർ എന്ന് പറഞ്ഞ ഒരു റൈഡിലാണ്. ഇത് ആക്ച്വലി ഒരു റൈഡല്ല, ഹോണ്ടഡ് ഒരു മേഷനാണ്. ഇത് ഒരു ഹോണ്ടഡ് തീമിലാണ് ഇത് കംപ്ലീറ്റ്ലി ചെയ്തത്. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ആ ഒരു മ്യൂസിക്കും അവിടെയുള്ള ട്രീസും എല്ലാം ഒരു ഹോണ്ടഡ് ഒരു തീമിലാണ് ചെയ്തത്. എല്ലാ ഈവനിങ്ങും ഇവിടെ ഒരു റോഡ് ഷോ നടക്കും. ഡിസ്നി ലാൻഡിലെ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് ഒരു റോഡ് ഷോ. ഇത് നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഷോ ആണ്. അത്ര രസമാണ് കണ്ടിരിക്കാൻ. നമ്മൾ ഒരുവിധം തീം റൈഡ്സിലെല്ലാം കയറി കഴിഞ്ഞു. ഇനി ബാക്കി കുട്ടികൾക്കായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ റൈഡ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി കവർ ചെയ്യാണ്. എല്ലാ റൈഡ്സൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ഒരുപാട് ഡാർക്ക് റൈഡ്സ് ഉണ്ട്, പിന്നെ കുറേ റോളർ കോസ്റ്റർ റൈഡ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് റൈഡാണ്, ബസ് ലൈറ്റ്ഇയർ ലേസർ ബ്ലാസ്റ്റ്. ഇതൊരു ഇൻട്രാക്റ്റീവ് റൈഡാണ്. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നൊരു റൈഡാണ്. നമ്മൾ ഡിസ്നി ലാൻഡിൽ ഇപ്പം ഇറങ്ങാൻ പോവാണ്. അടിപൊളിയായിരുന്നു. നാർവി നന്നായി എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ടൈം 8:30 ആയി. ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട്. പക്ഷെ ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.